ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി സൈഡിൽ നിൽക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? വെറും 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യമേ നമുക്ക് ഇതുപോലൊരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് അവൽ ആഡ് ചെയ്യണം. ഞാനിവിടെ ബ്രൗൺ കളറിൽ അവൽ എടുത്തിരിക്കുന്നത്. ഏത് അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണേ. അവലിവിടെ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. കളർ മാറുന്നത് വരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആകണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിവിടെ ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലൊരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ തേങ്ങയിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഡ്രൈ ആയ ശേഷം നമ്മൾ 1-2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ നല്ലൊരു വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം കറക്റ്റ് പരുവായി എന്നാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 2 കപ്പ് പൊടിച്ച ശർക്കര ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര മുഴുവൻ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. കുറുകിയൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്ക് വേറെ കുറച്ച് പണികൾ കൂടി ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അവലും തേങ്ങയൊക്കെ വറുക്കാനെടുത്ത അതേ പാനിലേക്ക് നമുക്ക് 2 കപ്പ് നിലക്കടല കൂടി ചേർത്ത് വറുത്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത കടലയായിരുന്നത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഓൾറെഡി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന നിലക്കടലയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി അതല്ല തൊലിയോട് കൂടിയാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം അത് മാറ്റണം. നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോഴേക്കും അതൊരു ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നന്നായി തണുത്ത ശേഷം പൊടിച്ചെടുക്കണം. അധിക നേരം പൊടിക്കരുത്, അതിൽ നിന്ന് എണ്ണ വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാഷ്നട്ട്സും ബദാമും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 കാഷ്നട്ട്സും ഒരു 20-25 ബദാമും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുമ്പ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കരയൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലുമൊക്കെ കല്ലോ വേസ്റ്റുകളോ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര പാനിയിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിനി ചേർക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലിരിക്കട്ടെ. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെയും തേങ്ങയുടെയും കൂടി ആ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഇതുപോലെ നൈസായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ശർക്കര പാനിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ലൂസായിപ്പോയോ എന്നൊക്കെ. പക്ഷേ ഇല്ല, ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റായിക്കോളും. ഇപ്പം തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ കുറച്ച് എണ്ണ വരാൻ തുടങ്ങുന്ന ആ ഒരു പരുവമായിട്ടുണ്ടായിരുന്നു നിലക്കടല. പക്ഷേ ശരിക്കും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പം പ്രസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ശർക്കരയായിട്ട് നന്നായിട്ട് കുഴഞ്ഞു വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ബദാമും നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പൊടിച്ചല്ല ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി അതൊന്ന് പാനിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവം വരെ ഇളക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പയ്യെ എണ്ണ വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു പാനിൻ്റെ സൈഡിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, സൈഡിൽ കൂടെ എണ്ണ വരുന്നത് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് മതിയാവും. ഇനി നമുക്ക് അധികം തണുക്കാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു. ബൈ.